ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ തലേ ദിവസം പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെയും വീഡിയോ ആണ് കേട്ടോ. അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് പാലും ചോറും പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു, മോരൊക്കെ കുഴിച്ച് കഴിച്ചത്. പാലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിച്ചത് എടുത്ത് വെച്ചതാണ്. പിന്നെ അതൊക്കെ കഴിച്ചതിൻ്റെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ടാബൊക്കെ കണ്ടിരുന്ന് പിന്നെ നമ്മൾ 3:10 ഇവിടെ ബാങ്ക് കൊടുക്കും. അപ്പോൾ പിന്നെ നിസ്കരിച്ച് നേരെ കടന്നുറങ്ങി. നല്ല ടയർഡായിരുന്നു. ഇപ്പം നീച്ചിട്ടുള്ളൂ. നമ്മൾ പല്ലേച്ച് വന്നിട്ട് നിസ്കരിക്കും. പിന്നെ ഗൈസ് ഇപ്പോൾ ഹജ്ജിൻ്റെ സമയമുണ്ട്. ഞങ്ങൾ കുറച്ച് ഹജ്ജിൻ്റെ ലൈവൊക്കെ കണ്ടിരുന്നത്. പിന്നെ 6:28 തന്നെ ബാങ്ക് കൊടുത്ത്. അപ്പോൾ കുറച്ച് ആപ്പിളും ഈത്തപ്പഴം വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ ഞങ്ങൾ നിസ്കരിച്ചതിന് അപ്പം തന്നെ ഫുഡ് കഴിച്ചു. കാരണം ഞങ്ങൾക്ക് അവഞ്ഞും ആൾക്ക് പോകാനുണ്ടായിരുന്നു. പപ്പാക്ക് ഒരു ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റ് പെരുന്നാൾ ഷോപ്പിംഗാണ്. പിന്നെ നമ്മൾ നാട്ടിലാകുമ്പോൾ എപ്പോഴും ടൗണിക്കാണ് പോലെ ഷോപ്പിങ്ങിനൊക്കെ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ മാളിലേക്കാണ് പോയത്. പിന്നെ കാക്കു വന്നിരുന്നു ബഹ്റൈനിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നാനും ബട്ടർ ചിക്കനൊക്കെ കൊണ്ടുവന്നു. ബഹ്റൈനിൽ നിന്ന് പറയുന്നത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ മാറ്റി. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, കാരണം കുറച്ച് സമയമുണ്ടായിരുന്നു. ഇറങ്ങി അവന്യമാൾക്ക് എത്തി. അവിടുന്ന് ബാൽമയിൽ നിന്ന് പപ്പ കുറേ ബ്ലാക്ക് ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഗ്രില്ലിലേക്ക് പോയി. അവിടെ പോയിട്ട് അവിടെ ടെസ്റ്റിങ് ചെയ്ത് നിന്ന്. കാരണം പിറ്റേ ദിവസം ഇനാഗ്രേഷൻ അല്ലേ. നല്ല അടിപൊളി ഫുഡാണ്, എസ്പെഷ്യലി ഹുമ്മൂസ് പിന്നെ ചിക്കൻ എല്ലാതും എൻ്റെ ഫേവറേറ്റ്സായി. ഇപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഞാൻ കുറച്ച് ലേറ്റായി വീഡിയോ പോസ്റ്റ് ആക്കാൻ. കാരണം നമ്മൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പെരുന്നാൾ എനിക്ക് നല്ല ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ നാളെ പോവാട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ എന്തായാലും വരും. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നമ്മൾ നേരെ മാക്സിമം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കടയിൽ കയറിയിരുന്ന അവിടെ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഫുഡിൻ്റെ. നാളെ തന്നെ അവിടുത്തെ ഇനാഗ്രേഷൻ. അപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, എന്നാലും നിങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഗൈസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഫ്ലോപ്പായ ഒരു ഫേസ് മാസ്ക് ആണ്. പക്ഷേ നമ്മൾ ഇട്ടപ്പോഴാണ് നമുക്ക് റിസൾട്ടാണ്. നമ്മൾ ഞാൻ എന്നും ഉണ്ടാക്കില്ല കോഫി പൗഡറും തൈരും പാലായിരുന്നു. പക്ഷേ പ്രാവശ്യം ഉണ്ടാക്കിയത് കോഫി പൗഡറും തൈരുണ്ടായിരുന്നില്ല, പാലും പിന്നെ തക്കാളിൻ്റെ നീരായിരുന്നു. അപ്പോൾ പാൽ കുറച്ചുള്ള ഒഴിക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ ഒഴിച്ചപ്പം എന്നത്തെമാരി കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ച് നല്ല വെള്ളം പോലായി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടിഷ്യൂ ഉണ്ടാക്കാനാണ്, പക്ഷേ ടിഷ്യൂ ഡപ്പിക്കോളായി. അപ്പം അങ്ങനെ ഇട്ടു എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് പാക്ക് ഇട്ടു ഗൈസ്. ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് ആ പാക്ക് ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ മുഖം നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ വേണ്ടവരൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ നമ്മളെ മെയിൻ പരിപാടി മെയിലാഞ്ചി ഇടുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പ്രശ്നം എന്താ വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ ഇടാനുള്ള ഹെന്ന ഡിസൈൻ കേട്ടോ. ഒരു മൈലാഞ്ചിക്കോട് 3 കൈ ഉണ്ടായിരുന്നു. പക്ഷെ മൈലാഞ്ചിക്കോട് ബാക്കിയാവുക ചെയ്തത് കേട്ടോ. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് അങ്ങോട്ടൊക്കെ പോകും ഗൈസ്. ഇപ്പോൾ സമയം പുലർച്ച 3 മണി 3:10 ആയിട്ടുണ്ടാവും. ഇവിടെ സുബഹ് കൊടുക്കാനുള്ള സമയം 3:10. ഞങ്ങൾ ഇപ്പോഴാണ് ഉറങ്ങുന്നത്. കടന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളിപ്പോഴും അങ്ങനെ നടക്കഞ്ഞേ. ഇപ്പോഴാണ് ഞങ്ങളെല്ലാവരും മൈലാഞ്ചിട്ട് കഴിഞ്ഞത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റേ കാണിച്ചത് ഞാട്ടാണ്. പിന്നെ ഞാൻ ഉമ്മമാൻ്റെ ഒരു കൈമിട്ടെടുത്ത് ചെറുതായിട്ട് ഫ്ലോപ്പായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആളെ. പിന്നെ നമ്മൾ ചെയ്യുക, മേമാൻ്റെ ഒരു കൈമിട്ടെടുത്ത് ചത്തുക്കണം ഒന്ന് ഉറങ്ങിയാൽ മതിയായിരിക്കണം. പക്ഷെ എന്നാൽ ഉറക്കം വരില്ല. പെരുന്നാളിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടേ. പിന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 3:10 സുബഹ് കൊടുക്കും. ഞങ്ങൾ ഉറങ്ങണ തന്നെ അപ്പോഴാണ്. അപ്പം നമുക്ക് എത്ര മണിക്കാണ് നിൽക്കണം? 5:30 എന്തായാലും നീക്കണം. അപ്പം നമ്മൾ നീക്കുമെന്ന് രാവിലെ നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാം കേട്ടോ. ബായ് ഗൈസ്. നമ്മൾ വീഡിയോ നിർത്തിയിട്ടില്ല, ഞാൻ ആ ഉറക്കപ്രാന്തിൽ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ മാറ്റി ഒരുങ്ങി നമ്മൾ നീച്ചിട്ട് നമ്മൾ കടയിലേക്ക് പോയി. കടയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. മിനി സാത്ര ഉണ്ടായിരുന്നു, മിനി പിസ്സ, ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ജ്യൂസസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഇതാണ് കേട്ടോ താഴത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ ഗിരീഷ് അങ്കിളുടെ മകളുണ്ട് ദേവിക്ക് ചേച്ചി. ഞങ്ങളെ കോൾഡ് സ്റ്റോറിൽ കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് മിഠായിക്കൊക്കെ മേടിച്ച് തന്ന്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കണ്ടു പോയത്. പിന്നെ ഇതാണ് കേട്ടോ പല ബൈസ്. നമ്മളെ
ഷോപ്പിൽ നിന്ന് റൂമിലേക്ക് വന്ന് മുഖം കഴിക്കാൻ ഫ്രഷായി നമുക്കൊന്ന് മയങ്ങിയിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. ബിരിയാണി കഴിച്ചിട്ട് ഒന്നുകൂടി മയങ്ങണം. യെസ്, ഇന്നലെ ഉറങ്ങാത്തതൊക്കെ ഇന്ന് ഉറങ്ങണം. ഞങ്ങൾ പറഞ്ഞ മതി 3 മണിക്കാണ് കടന്നുറങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ നമ്മളെ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ആയിട്ടോ, അധികം ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ GMAമ്മൻ്റെ കൂടി കാണിച്ചു തരാം. അമ്മൻ്റെ ഇതാട്ടോ എന്താണ് GMAമ്മൻ്റെ മൈലാഞ്ചി കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് ഇട്ടതുകൊണ്ട് അധികം ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ 9 മണിയായിട്ടുള്ളൂ ഗൈസ്. നമ്മൾ നീച്ചത് 5 മണിക്കായിട്ടുണ്ടാവുള്ളൂ. ഇത്ര നേരത്തെ 9 മണി ആയിട്ടുള്ളൂ. അപ്പം ഒന്ന് ഉറങ്ങി നീക്കുമ്പോഴത്തേന് ഇമ്മമ്മ ഉണ്ടാക്കി വെക്കും. പാവൻ്റെ അമ്മമ്മക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഞാൻ ഉറങ്ങാം. അപ്പോൾ ഓക്കെ, ബൈ. നമ്മൾ ബിരിയാണി ഇതാട്ടോ. പിന്നെ ഗൈസ് ഞാൻ ഉച്ചയ്ക്ക് നീക്കാൻ കരുതുന്നുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് നീച്ചില്ല, വൈകുന്നേരമാണ് നീച്ചത്. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു ഉറക്ക മപ്പിലായിരുന്നു. ബിരിയാണി ഒക്കെ അടിപൊളിയായി. ഞാൻ എൻ്റെ അമ്മ കഴിച്ചത്. ഉമ്മമ്മ എനിക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇതിന് മറന്നിട്ടുണ്ട്, പക്ഷെ അമ്മമ്മ എടുത്ത് വെച്ചിട്ടോ. പിന്നെ പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം മുഖമൊക്കെ ഒരു മാതിരിയായിരുന്നു ഉറങ്ങിയിട്ട്. പിന്നെ നമ്മൾ ഒന്നും കൂടി മാറ്റി ഒന്ന് പുറത്ത് പോയി. ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ മകനുണ്ട്, അടിപൊളിയല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ പോകുമ്പോഴാണ് ഒരു പട്ടിനെ കണ്ടിട്ടാ. പിന്നെ ഞാനും മമ്മിയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.